ആദ്യമേ ഒരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പ്രതികരണത്തെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി വരാൻ പോകുന്ന ഡയലോഗ് ന്യായീകരണ അടിമ എന്നുള്ളതാണ്. അത് വിളിക്കാൻ വേണ്ടി തയ്യാറായി ഒരുങ്ങിയിരിക്കുന്നവരോട് പറയാനുള്ളത്, അതൊന്നും കേട്ടെന്ന് കരുതിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടാതിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ചില സെൻസിറ്റീവ് വിഷയത്തിൽ ഇപ്പോൾ തെറി വിളിച്ചു കളയും, വായ മൂടിക്കെട്ടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. ഉള്ളതുപോലെ തന്നെ പറയണം. ഈ നാട്ടിൽ ഒരു വ്യക്തിയും അവരുടെ തെറ്റുണ്ടെങ്കിൽ ക്രൂശിക്കപ്പെടട്ടെ, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. എല്ലാവരും വി ഡി സതീശനെ പോലെ അല്ലല്ലോ, തെറ്റ് പറ്റാത്ത മനുഷ്യനാണല്ലോ. സകലതും ശരി മാത്രം ചെയ്യുന്ന എ മാൻ ഓഫ് കംപ്ലീറ്റ് റൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് വി ഡി സതീശൻ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യരാണ്, പ്രവർത്തിക്കുന്നവരാണ്. ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. രാജീവ് ക്ലിയർ ആണ്? ഓക്കെ സഹോ, അപ്പോ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അതിൽ മന്ത്രി വീണ ജോർജ് ചെയ്ത തെറ്റെന്താണ്? ചില കാര്യങ്ങൾ ചില സെൻസിറ്റീവ് സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു പോകണം. നമ്മുടെ നാട്ടിൽ അത്തരം സെൻസിറ്റീവ് സന്ദർഭങ്ങളിൽ പലർക്കും ഈ സൈബർ ബുള്ളിയിങ്ങിന്റെയോ അല്ലെങ്കിൽ ഈ പ്രതികരണം ഈ വലിയ മാസമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ഭയപ്പെടേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാറില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊത്തിപ്പറിക്കുന്നുണ്ടെങ്കിൽ അത് അവരല്ലേ, നമ്മളെ ബാധിക്കുന്നില്ല, വിഷയം നമ്മളെ ബാധിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നിശബ്ദത പാലിക്കുക. അത് 2 ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങിക്കോളൂ എന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുന്നതാണ് പൊതു രീതി എന്ന് പറഞ്ഞാൽ. പക്ഷെ തൽക്കാലം ഉള്ള കാര്യം പറയേണ്ടതുണ്ട്. വീണ ജോർജ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ സംഭവിച്ചത് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിൽ വീണ ജോർജിനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലും ഇപ്പോൾ ഈ സംഭവം കൂടി കിട്ടിയപ്പോൾ രാജിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങൾ നടക്കുകയാണ്. ആദ്യമേ ചോദിക്കാനുള്ളത്, എന്താണ് വീണ ജോർജ് ഈ വിഷയത്തിൽ ചെയ്ത തെറ്റ്? അവരിയ്ക്കുന്ന ഒരു വകുപ്പിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വലിയ തോതിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ, വീട് കിട്ടിയ സുവർണാവസരമാണല്ലോ, ഒരു ജീവൻ നഷ്ടപ്പെട്ടു, നിർഭാഗ്യകരം. ഒരു ആരോഗ്യ സ്ഥാപനങ്ങൾക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. പക്ഷേ ഇന്ന് എന്താണ് കോട്ടയത്ത് സംഭവിച്ചത്? കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ 11, 14 വാർഡുകളുടെ പഴയ കെട്ടിടത്തിലുള്ള ബാത്റൂം, ടോയ്ലറ്റ് സംവിധാനം പഴയ കെട്ടിടമായതുകൊണ്ട് തന്നെയും ഒപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതും. ഇത് ഇടിഞ്ഞു വീഴുകയാണ്. ഇടിഞ്ഞു വീണതിന് പിന്നാലെ കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ അവലോകനം ഉണ്ടായിരുന്നതിനെ തുടർന്ന് ആ ജില്ലയിലുണ്ടായിരുന്ന മന്ത്രി ഓടി സ്ഥലത്തെത്തുകയാണ്. തെറ്റാണ്. അവരുടെ വകുപ്പിലെ ഒരു ആശുപത്രിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. അതറിഞ്ഞ ഉടനെ അവലോകന യോഗത്തിൽ നിന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആ അപകടം നടന്ന സ്ഥലത്തെത്തി. ഒരു മന്ത്രിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സംഭവം അറിഞ്ഞാൽ അവിടേക്ക് എത്തി എന്താണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടതുണ്ടല്ലോ. രണ്ടാമത് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഒരു വ്യക്തി, ഇപ്പോൾ ഞാനാണ് ആരോഗ്യമന്ത്രി, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമാണ്, ഈ കേൾക്കുന്നവർ ആരെങ്കിലുമാണ് ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? അതിന്റെ ചുമതലക്കാരെ വിളിച്ചിട്ട് എന്താണ് അവിടെ ഉണ്ടായത് എന്ന് അന്വേഷിക്കാം, ആണല്ലോ. അതല്ലേ ആരോഗ്യമന്ത്രി ആദ്യം ചെയ്തത്? സൂപ്രണ്ടിനെ വിളിച്ച് എന്താണ് സംഭവിച്ചത്, സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു. ആ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ പരിശോധിച്ച് അവരോട് കാര്യം പറയുകയാണ്. കാര്യം സ്ഥലത്തുള്ള വ്യക്തിയല്ല, അവരവിടെ ഒരു അവലോകന യോഗത്തിൽ വന്നതാണ്. സംഭവം അറിഞ്ഞ് ഓടി അവിടെ വരികയാണ്. വരുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി കാത്തു നിന്നിട്ട് ഉടനടി പോയി, അതായത് അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല, അവിടെ എന്താണ് നടന്നതെന്നുള്ള പരിശോധനയ്ക്ക് സമ്മതിച്ചില്ല. അവിടെ എത്തിയ ഉടനെ മൈക്കുമായിട്ട് ഓടി ചെല്ലുകയാണ്. അവരോട് ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും ഒരാൾക്ക് മറുപടി പറയാൻ പറ്റുന്നത്? ആ ഹോസ്പിറ്റലിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സൂപ്രണ്ട് ആയിരിക്കാം, ആ ഉദ്യോഗസ്ഥനോട് വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദിക്കും. സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊടുത്ത വിശദാംശങ്ങളായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ആരോഗ്യമന്ത്രി അവിടെ വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നാണ്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഒരു സംഭവം ഉണ്ടായിടത്തേക്ക് ആരോഗ്യമന്ത്രി വരുന്നു. വീണ ജോർജ് വന്നതിന് ശേഷം ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വാർത്താ വെപ്രാളത്തിന്റെ അടിസ്ഥാനത്തിൽ മൈക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു മുൻ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? സൂപ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പ്രാഥമികമായി അവിടെ നിന്ന് കിട്ടിയ വിവരം, നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കൊന്ന് കട്ടായി, ഒന്ന് ക്ഷമിക്കുക.
അപ്പോ ആ ഫ്ലോ അതാണ് പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു ഫ്ലോ. അതായത് ആരോഗ്യമന്ത്രി അവിടെ വരുന്നു, ഇവരെടുത്ത് ആവശ്യപ്പെടുന്നില്ല, ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഒരു മുൻ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പ്രതികരിക്കുകയാണ്. അത് ഇവരോട് കാണിച്ച അവരുടെ ഒരു സഹപ്രവർത്തക മൈൻഡാണ്. അത് പിന്നീട് പറയുകയാണ്, ആരോഗ്യമന്ത്രി വന്നിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സ്ത്രീക്ക് ദാരുണമായ സംഭവമാണ്. കാര്യം അവർ ടോയ്ലറ്റിൽ പോയിരുന്ന സംഭവമാണ്, ആ ടോയ്ലറ്റോട് കൂടി ഇടിഞ്ഞു വീഴുകയാണ്. അത് പഴയ കെട്ടിടമാണ്, മാറാൻ അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ആ ടോയ്ലറ്റ് കുറച്ചു പേർ ഉപയോഗിക്കേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു പൊതുരീതി, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യത്തിൽ വളരെ സെൻസിറ്റീവായി ഒരു അജണ്ട സെറ്റ് ചെയ്ത് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്, ഒരു സംശയമില്ലെന്നേ. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ 5 വർഷമായിട്ട് വന്നിട്ട് ഈ മേഖലയ്ക്ക് എന്തൊക്കെ ചില പ്രശ്നങ്ങൾ ഇല്ല എന്നല്ലല്ലോ, കുത്തഴിഞ്ഞു കിടന്നൊരു മേഖലയാണ്. ഇതിന് തൊട്ടു മുമ്പ് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, VS ശിവകുമാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 5 വർഷം ആരോഗ്യ മേഖലയ്ക്ക് വന്ന മാറ്റം എന്താണ്? VS ശിവകുമാറിന്റെ കുടുംബത്തിന് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായി. അതേ ഇരുന്ന ദേവസ്വം ബോർഡിലും ചേട്ടനെ ഇരുത്തി വിജിലൻസ് പാത്രം വാങ്ങൽ അഴിമതി നടത്തി. അങ്ങനെ വലിയ തോതിൽ സാമ്പത്തികം ഉണ്ടാക്കി ഇവിടത്തെ SK ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോ വലിയ ഫണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർ VS ശിവകുമാറായി മാറിയിട്ടുണ്ട്. 5 വർഷം ആരോഗ്യമന്ത്രി ആയിരുന്നിട്ടേ ഉള്ളൂ. അതുപോലുള്ള ഒരു നേട്ടം എന്തായിരുന്നാലും കഴിഞ്ഞ KK ശൈലജ ടീച്ചറോ ഇപ്പോൾ വീണ ജോർജോ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ED അന്വേഷണം നേരിടുന്ന VS ശിവകുമാർ, ആ ആരോഗ്യമന്ത്രി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായാലും വീണ ജോർജ് ചെയ്തിട്ടില്ല. അവർ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒളിച്ചോടിയിട്ടില്ല, പ്രതികരിക്കാൻ മുൻപിൽ വന്നു. അവിടെ വന്നപ്പോൾ അവർ ഓഫീസിലെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുമായി ചോദിച്ച കാര്യം ഈ മാധ്യമങ്ങളുമായി പങ്കുവച്ചാൽ അതിന്റെ അർത്ഥം അവിടെ പരിശോധന നടത്തണ്ട എന്ന് മന്ത്രി പറഞ്ഞു എന്നാണ്. അവർ അവിടെ ആദ്യത്തെ 2 പേർക്ക് പരിക്കേറ്റു, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ വീണ ജോർജ് ത്രികാലജ്ഞാനം കൊണ്ട് അറിയണം. അല്ലെങ്കിൽ ഈ പൊളിഞ്ഞു വീണ കെട്ടിടം അത് ആളില്ലാത്ത ഏരിയയാണ്, ഒന്നും സംഭവിക്കില്ല, അവിടെ അടച്ചിരുന്നു എന്ന് ആശുപത്രി അധികൃതർ പറയുകയാണ്. പക്ഷെ അതുപോരാ, വീണ ജോർജിന് ത്രികാലജ്ഞാനം വേണം, അല്ലെങ്കിൽ തൃക്കണ്ണ് വേണം, ദിവ്യദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്നൊക്കെ പറയില്ലേ, അതുണ്ടാകാതെ പോയി. അത് ഇപ്പൊ സതീശനാണ് ആ കസേര ഇരുന്നെങ്കിൽ ചെന്ന ഉടനെ എവിടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ചെന്നുടനെ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു തൂമ്പ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ഇതിനെല്ലാം വെട്ടി മാറ്റും, അല്ലെങ്കിൽ JCB ഉടനെ കൊണ്ടുവന്ന് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം അവിടെ ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥരാണ് ഇടപെട്ട് ചെയ്യേണ്ടിയിരുന്നത്. അവരിൽ നിന്ന് കിട്ടിയ കാര്യം പറഞ്ഞതുകൊണ്ട് നേരത്തെ കൊട്ടാരക്കര ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ വന്ദന, ആ വന്ദന കുത്തേറ്റ് മരിക്കുന്നത്, അതായത് ലഹരിക്കടിമയായ ഒരാളെ അവിടെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്ന് ആ കുട്ടി കുത്തേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതുപോലെ അവർ ആശുപത്രിയിലേക്ക് വരികയാണ്. വരുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ ആശുപത്രിയുടെ സൂപ്രണ്ട് പറഞ്ഞു, ആ കുട്ടിക്ക് എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്, അതായത് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായാൽ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ തിരിഞ്ഞു പോകേണ്ടതുണ്ട്. പക്ഷെ ആ കുട്ടി തുടക്കക്കാരി ആയതുകൊണ്ട് അവിടെ നിന്ന് പേടിച്ച് നിന്നുപോയി, അതിലാണ് ആ അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞതിനെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നൊരു വാക്ക് പിടിച്ചതിന് ശേഷം ആ കുട്ടി കരോട്ട പഠിക്കണോ, ആ കുട്ടി ഇനി കുംഫു പഠിക്കണോ എന്ന രീതിയിലായിരുന്നു ആക്ഷേപം. അതായത് ഇവർ കൃത്യമായിട്ട് ചിലരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് ചെയ്ത് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്യണം, കരിവാരി തേക്കാൻ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അവിടെ വരുമ്പോൾ അതുമായി ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വിളിച്ചു വരുത്തി അതിന്റെ ഓപ്പറേഷൻ ആരംഭിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ഹോസ്പിറ്റലിലാണ്, ആരോഗ്യമന്ത്രിക്ക് ഇല്ല എന്നല്ല. അവിടെ വരുമ്പോൾ അതിനടിയിൽ ആരും പെട്ടതായിട്ട് വിവരമില്ല. കാര്യം ആ പ്രദേശത്ത് ആള് വരാത്തതാണ്, ടോയ്ലറ്റ് ഉപയോഗിക്കാത്തതാണ് എന്നുള്ള സൂപ്രണ്ട് പറഞ്ഞ വിവരം അവർ പങ്കുവെക്കുകയാണ്. അത് അവർ ചെയ്ത ഒരു പദവിയിലിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ രാവിലത്തെ വാർത്താ കച്ചവടത്തിന് മൈക്കുമായി വന്നപ്പോൾ അവർ വിളിക്കാതെ വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ്. പിന്നീട് അതിന്റെ വിവരങ്ങൾ കിട്ടിയപ്പോൾ അവർ രണ്ടാമതും പറയുകയാണ്, എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് അത് പങ്കുവെച്ചതും. അത് അവിടെ വരുമ്പോൾ, കാര്യം ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നതിന് ശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് അവർ ഇരുന്നതാണ്. അവർ വരാതിരുന്നില്ലല്ലോ, അറിഞ്ഞുടനെ ഓടി വന്നത് അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടല്ലേ. അത് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ അല്ലെങ്കിൽ തന്റെ വകുപ്പിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി അവർ ഓടിയെത്തിയതല്ലേ. അതൊരു എന്താണ്, വ്യക്തിയുടെ ക്വാളിറ്റി അല്ലേ. അപ്പോ അതൊക്കെ ചെയ്തത് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അവർ പറഞ്ഞ ഒരു വാചകത്തെ അങ്ങ് അടർത്തിയെടുത്തിട്ടുണ്ട്. അടർത്തിയെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവരെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല ജനങ്ങൾക്ക് ഗുണകരമാകുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിലൂടെ കേരളം നമ്പർ 1 എന്ന് കേൾക്കുന്നത് സഹിക്കാൻ പറ്റാതിരിക്കുന്ന കുറെ ഏറെ പേരുണ്ട്. ആ സഹിക്കാൻ പറ്റാതിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഒരു ആശുപത്രി, നമ്മുടെ നാട്ടിലെ ഏത് മെഡിക്കൽ കോളേജ്, അതായത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നം പുറത്തു വന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്, അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ മെഡിക്കൽ കോളേജുകളിൽ ഇതിന്റെ അതായത്
ഒരു ദിവസം അടച്ചിട്ട് നിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാൻ പറ്റില്ലല്ലോ. റൺ ചെയ്യിച്ചുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ആശുപത്രികളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ രോഗികളെ കിടത്തിക്കൊണ്ടിതാ ചെയ്യുന്ന പ്രവർത്തനം കണ്ടോ എന്ന രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ പൊടി തുടയ്ക്കാൻ പറ്റില്ല, തൂത്തിറക്കുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും എടുത്ത് വാർത്തയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമാണ്. ഇത് അടച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരം ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തിരിച്ചറിയേണ്ടതായിരുന്നു. അത് ഒരിക്കലും ന്യായീകരിക്കുന്ന തെറ്റല്ല. അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊന്നും ആർക്കും പരാതിയില്ല. ആരോഗ്യമന്ത്രി ഇനി അതെല്ലാം മാറ്റി നിർത്തൂ. ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വരാം. കോട്ടയം ജില്ല, ഈ പുണ്യാള മുഖ്യമന്ത്രി 50 വർഷം അദ്ദേഹത്തിന്റെ ജില്ലയായിരുന്ന, അല്ലെങ്കിൽ പുതുപ്പള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ ജില്ല. കോട്ടയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തക നാടാണല്ലോ അല്ലെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടുത്തെ MLA. കോട്ടയം നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ്. അപ്പോ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അത് കണ്ടെത്തി ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? എന്തിനാണ് ഓരോ മണ്ഡലത്തിൽ ഓരോ ജനപ്രതിനിധി, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വെറുതെ ഷോയ്ക്കാണോ? എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ ആരോഗ്യമന്ത്രിയുടെ തലയിൽ വെച്ചിട്ട് ഇവരെല്ലാം അങ്ങ് കൈകഴുകുകയാണ്. അതായത് വാർഡ് മെമ്പർക്ക് ഉത്തരവാദിത്വമില്ല, അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ ഉത്തരവാദിത്വമില്ല, MLAക്ക് ഉത്തരവാദിത്തമില്ല, MP ഉത്തരവാദിത്തമില്ല. ആ മണ്ഡലത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി 50 വർഷം ഉണ്ടായിരുന്നു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവരെല്ലാം മഹാന്മാരും. അതായത് MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ, ഇവരെല്ലാവരും മഹാന്മാരാണ്. ഇങ്ങനെ ഒരു കെട്ടിട അപകടാവസ്ഥയിലാണ്. അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഇടപെടേണ്ടതും അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. അയ്യോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ വന്നിട്ട് അതും ആരുടെ പ്രശ്നമാണ്? അതും വീണ ജോർജിന്റെ പ്രശ്നമാണ്. ഞാൻ ഇവിടെ ഉണ്ടായിട്ട്, അതായത് ഈ കോട്ടയം ജില്ലയുടെ ഒരു MLA എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിലൊന്നും ഉത്തരവാദിത്വമില്ല. അതെന്തെങ്കിലും നല്ലതുണ്ടാവണമെങ്കിൽ എന്റെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കും, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് വീണ ജോർജ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു MLA എന്തിനാണ്? അപ്പോ സകലത്തിലും രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസുകാരുടെ ഒരു ജില്ലയിൽ സംഭവിച്ച, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLAയുടെ ഒരു പ്രദേശത്ത് സംഭവിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അവിടെ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ റെസ്ക്യൂവിൻ്റെത് വൈകിയത് അവരുടെ ഒരൊറ്റ വാക്കുകൊണ്ടാണെന്ന് അങ്ങ് വരുത്തി തീർത്തുകൊണ്ടും, അല്ലെങ്കിൽ ആ റെസ്ക്യൂ ഇടപെടലുകൾ അതിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് ഹോസ്പിറ്റൽ അധികാരികൾ പറയുമ്പോൾ ആ മന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ദിവ്യദൃഷ്ടി ഉണ്ടാകാതെ പോയി. അതിന്റെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ വേട്ടയാടപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്ത് തരം ന്യായീകരണങ്ങൾ എന്നാണ്? അതായത് ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെ എങ്ങനെയോ ആക്രമിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം. അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എല്ലാവർക്കും കുറ്റമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഇടങ്ങളാണ്. അവിടെ ഒരു ജീവൻ പോലും അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പൊ ആരോഗ്യമന്ത്രിക്ക് ആ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് കുറ്റമില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ഇതാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഇനി ഇടപെടേണ്ടതാണ്. പക്ഷേ ചൂണ്ടിക്കാട്ടേണ്ട MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല. MLA എന്ന രീതിയിൽ അവിടെ എന്താണ്, ഈ വയലിൽ കോലം വെച്ചിരിക്കും പോലെ ഒരാളെ നിർത്തിയിരിക്കുന്നതാണോ? ഈ കെട്ടിടത്തിന്റെ ഈ പറയുന്ന സ്ഥലം ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്ത് പരാതിയാണ് തിരുവഞ്ചൂർ കൊടുത്തിട്ടുള്ളത്? ഇന്നിപ്പോ രാവിലെ ഇടിഞ്ഞു വീണപ്പോ ഇവരാരെയും കാണാനില്ല. ഉടനടി അവിടെ ചാണ്ടി ഉമ്മൻ വരുന്നു, കുറെ ക്യാമറകൾ ഇവരോടൊപ്പം വരുന്നു. അവർ പറയുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് ഈ സംവിധാനം ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ നല്ല വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്. വാർത്താ കച്ചവടത്തിന് നല്ല ഹോട്ട് സബ്ജക്റ്റായി മാറി എന്നുള്ളത് കൊണ്ട് അതിന്റെ പിന്നാലെ ഇവർ കൊടിയെടുത്ത് ഇറങ്ങുന്നു. അതിന്റെ പിറകെ ക്യാമറകൾ ഓടുന്നു. ജനങ്ങളെ മുഴുവൻ അത് വെച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ മാത്രം പഴിചാരി, അല്ലെങ്കിൽ അവർ അവിടെ വരേണ്ട പ്രാഥമിക ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സംശയമില്ല, അവിടെ വരാതെ മുങ്ങി നടന്നിട്ടില്ല. വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ മേധാവി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്നതല്ലേ ഒരാളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റി എന്ന് പറയുന്നത്. അപ്പോ ഓടിച്ചെന്ന് മൈക്ക് കാണിച്ചതിന് ശേഷമുള്ള ചോദ്യം, പ്രാഥമികമായി കിട്ടിയ വിവരം പറഞ്ഞു. ആ സ്ഥലത്ത് പോയി അവരെ സന്ദർശിക്കാൻ പോലും അവസരം കൊടുക്കാതെ വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അനുവദിക്കാതെ. അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ ഈ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ പങ്കുവെച്ചത് കൊണ്ട് എല്ലാ കാര്യത്തിനും ഉത്തരവാദി അവരാണ്. അവർ രാജിവെക്കുക. അതിന്റെ ഇന്റൻഷൻ ഒന്നേ ഉള്ളൂ, ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരിക്കുന്ന വല്ലാത്ത മുന്നേറ്റവും ഒപ്പം
കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വീണ ജോർജിനോടുള്ള വല്ലാത്ത ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിൽ കാര്യം അവരോടൊപ്പം പ്രവർത്തിച്ച് ഒരു മന്ത്രി പദവി വരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ നമ്മുടെ നാട്ടിൽ ഏത് സർക്കാർ വകുപ്പിലോ മറ്റെവിടെയോ ചെന്നോട്ടെ ചിലർക്കുണ്ടല്ലോ അസൂയാലുക്കളായിട്ടുള്ളവർ, അവർക്ക് അവരെ മനഃപൂർവ്വം കരിവാരി തേക്കണം, അവരെ എങ്ങനെയൊക്കെ ഇതിലേക്ക് വിവാദത്തിൽപ്പെടുത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണ്. അതിനപ്പുറത്തേക്ക് അതൊരു ആശുപത്രി സംവിധാനവുമായി നോക്കുമ്പോൾ അങ്ങനെ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത് സ്വാഭാവികമായിട്ടൊരു വീഴ്ചയാണ്. ആ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ ആരാണ് അതിന്റെ അടിയിൽ ആളില്ല എന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയത്. അവിടെ ഉണ്ടായിരുന്ന അതായത് 2 പേർക്കേ പരിക്കേറ്റിട്ടുള്ളൂ, മറ്റാരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള വിവരം മന്ത്രിയെ ധരിപ്പിച്ചവരെ ആരുടെയും പേര് വേണ്ട, മന്ത്രിയെ അങ്ങ് ടാർഗറ്റ് ചെയ്യാണ്. ഇതിന്റെ പേര് അവർ പറയും രാഷ്ട്രീയ സുവർണാവസരം എന്ന് പറയും. അതുകൊണ്ട് ഒരാളെ ഇവിടെ വന്നുപോയി നോക്കിപ്പോയി എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റക്കാരിയാണ്, അവർ തന്നെയാണ് പ്രധാന ഇര, ഇനിയിപ്പോ അവരുടെ രാജി കിട്ടിയ മതിയാകുള്ളത്. ഈ നാട്ടിൽ പ്രതിഷേധിക്കാനും ഏത് കാര്യത്തിലും ഇഷ്ടപ്പെടാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളെ അങ്ങ് ഇല്ലായ്മ ചെയ്തു കളയാൻ പ്രത്യേക താല്പര്യത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല തന്നെ. അതിന് ഒരു സംശയവുമില്ല. വീണ ജോർജ് എന്ന വ്യക്തി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഒന്നടങ്കം നന്നായി ഇനി ഒരു പ്രശ്നവും ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പരിപൂർണമായി മാറേണ്ടതുണ്ട്, ജനങ്ങൾക്ക് നല്ല ചികിത്സാ സൗകര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. പക്ഷേ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ ഇടപെട്ടിട്ടുണ്ട്. അത് പ്രകടമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും അവിടെ സംഭവിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയെ ഒരു കാര്യത്തിൽ ഒരു സ്ഥലത്ത് സന്ദർശിക്കാൻ വന്നപ്പോൾ ഒരു വാക്ക് പിടിച്ചുകൊണ്ട് അവരാണിത് ചെയ്തത്, അവരുടെ വാക്കുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് ഒരു ഹിഡൻ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് പിന്നിൽ ചില പ്രത്യേക താല്പര്യമുണ്ട്. അല്ലാതെ ഒരു ജീവന് ഒരു വില കൽപ്പിക്കാതെയും അവർ സംസാരിച്ചിട്ടില്ല. അവരവിടെ വന്നതിന് ശേഷം ഈ ഡോക്ടർമാർക്ക് ഇതിന് ആരെങ്കിലും അതിന്റെ അടിയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഉപയോഗശൂന്യമായിട്ടുള്ള ടോയ്ലറ്റ് ആണ്, ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു പോയെന്ന്. അതിൽ ലോകത്ത് ഏത് മനുഷ്യരാണെങ്കിലും അതേ ചെയ്യുള്ളൂ. സതീശനെ പോലെയും അല്ലെങ്കിൽ ലീഗന്മാരെ പോലെയൊക്കെ ദിവ്യദൃഷ്ടിയുള്ളവരാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 9 വർഷം പുറകിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളെ ഉണ്ടാകാത്ത നാടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ രാഷ്ട്രീയം കളിച്ച് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് കണക്ക് അതും സർക്കാരിന്റെ കൊലപാതകം, കോൺഗ്രസ്സുകാരൻ കൊണ്ടുവന്ന് ഒരു പന്നിക്കണി വെച്ച് ഒരു ജീവൻ എടുത്തു. അതിന് ഉത്തരവാദിയും സർക്കാരാണെന്ന നിലയ്ക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ ഒരു പാവപ്പെട്ട സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത് സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അനാസ്ഥയുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നേ ഒരു സംശയമില്ല. അങ്ങനെ ഒരു സർക്കാർ ആശുപത്രിക്കകത്തും അത് നടക്കാൻ പാടില്ലാത്തതാണ്. അവിടെ വന്നുപോയി സമയത്ത് അവിടെ സന്ദർശിച്ചു, ബാക്കിയുള്ളവർ എത്തുന്നതിന് മുന്നോടിയായിട്ട് മന്ത്രി അവിടെ എത്തി, കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു, വിവരങ്ങൾ പങ്കുവച്ചു. അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കാനില്ല. അവിടെ അവർ ബാക്കിയുള്ളവർ പറഞ്ഞതുപോലെ ഉപയോഗിക്കാത്തൊരു കെട്ടിടത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നിടത്ത് ആളുണ്ടായിരുന്നു. അപ്പൊ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഒരാൾ എന്തായിരുന്നാലും പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെ അല്ല, ആ നിലയ്ക്കുള്ള വിഷയങ്ങൾ അവിടെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടത് സംഭവിച്ചു? പക്ഷേ മന്ത്രി വീണ ജോർജ് ആണ് സകലത്തിനും കാരണമെന്നുള്ള നിലയ്ക്ക് അവരെ കോൺട്രൈസ് ചെയ്യാനും അവരെ രാജിവെപ്പിക്കാനൊക്കെ വേണ്ടി നടത്തുന്ന ശ്രമം ചിലരുടെ പ്രത്യേക താല്പര്യമാണ്. എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയിട്ടുണ്ട്, കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ ആരും ന്യായീകരിക്കുന്നില്ല, ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഇത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടിപ്പോയ എന്നൊരു രീതിയിൽ ഒരു അവസരമാക്കി എടുത്ത് വീണ ജോർജിന്റെ ചോര ഊറ്റിക്കുടിച്ച് അവർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിലും ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്കെല്ലാം അവർ ഏറ്റെടുത്ത ജോലി ഭംഗിയായി നിർവഹിച്ചതിന്റെ പേരിൽ ആക്ഷേപിച്ച് കളയാം, ഇല്ലാതാക്കി കളയാമെന്നൊക്കെ കരുതുന്നവർക്ക് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കുറേയേറെ പ്രതികരണങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എഴുന്നേറ്റ് പോട അന്തം കമ്പി ക്യാപ്സ്യൂൾ അടിമ. അൺഒഫീഷ്യൽ കോൺഗ്രസ്, ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യലാണ്. അപ്പോൾ അൺഒഫീഷ്യൽ ആരെടുത്ത് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. പിന്നെ അടിമ എന്നൊക്കെ പറഞ്ഞാൽ നീയൊക്കെയല്ലേ പിന്നെ അടിമയായിട്ട് കാണേണ്ടത്? സതീശനും കോൺഗ്രസ്സുകാർക്കും ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ആ പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ശരിയുടെ പക്ഷത്ത് എന്ന് പറഞ്ഞാൽ അടിമയാണെങ്കിൽ അടിമയാണെന്ന് തന്നെ മിസ്റ്റർ അൺഒഫീഷ്യൽ കോൺഗ്രസ്സുകാരങ്ങ് കരുതിക്കോളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ അകാരണമായിട്ട്
അവിടെ കോൺഗ്രസ്സുകാർക്ക് പോലും എത്താൻ പറ്റുന്നതിന് മുന്നോടിയായിട്ട് സ്ഥല MLA ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ എപ്പോഴാണ് എത്തിയത്? അതൊന്നും ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ചോദിക്കേണ്ട കാര്യവുമില്ല. മന്ത്രി ഇത് അറിഞ്ഞ ഉടനെ അവിടെ പാഞ്ഞെത്തി എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു. അതല്ലേ ഏറ്റവും പ്രാഥമികമായിട്ട് ഒരാൾ ഉത്തരവാദിത്വം കാട്ടി എന്ന് പറയേണ്ടത്? അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞ ചെന്നുടനെ വാർത്താ കച്ചവടക്കാർക്ക് ഹോട്ടാക്കണം, ബ്രേക്കിംഗ് ആക്കണം, ചോദ്യം ചോദിച്ചു, അന്വേഷിച്ചു, മറുപടി പറഞ്ഞു. ഒറ്റ കാര്യമാണ് ചെയ്യാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്താ കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ഉന്തും തള്ളും പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒഴിവാക്കി നിർത്തിയിട്ട് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഇവർ കിടന്ന് ഈ കോലാഹലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക അജണ്ടയോട് കൂടിയാണ്, ചില രാഷ്ട്രീയ പാർട്ടിയുടെ കൊട്ടേഷനാണ്. അവർക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ഓരോ ദിവസം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശവും അജണ്ടയും ഇവരോടൊപ്പമുണ്ട്. അതിനുവേണ്ടി അവർ ഏതൊരു വിഷയത്തെയും വക്രീകരിക്കാനാണ് പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ, വീണ ജോർജ് പ്രതികരിച്ചില്ലേ എന്നായിരുന്നു രാവിലെ തൊട്ടുള്ള മോങ്ങൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രതികരിച്ചു കഴിഞ്ഞാലോ അതിലെ ഒരു വാക്ക് പിടിച്ചെടുത്തിട്ട് വീണ ജോർജ് ഇതേ ഇങ്ങനെ പറഞ്ഞ് അപ്പോ നീളയും കുറുകയും പോകാൻ അവർ അനുവദിക്കില്ല. എങ്ങനെ ആയിരുന്നാലും വിവാദം തന്നെയാണ്. ആ വിവാദത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, മൗനം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സൗകര്യമില്ല, നിങ്ങൾ മാറി നിൽക്കുക. ആ രീതിയിൽ ഇവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു സംഭവം നടന്ന സ്ഥലത്ത് വന്നിട്ട് ഇവരെ ഒരു വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അവർ വന്നതല്ലേ, മന്ത്രിയല്ലേ, ഉത്തരവാദിത്തപ്പെട്ട കാര്യം അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയായിരുന്നാലും അത് വിവാദത്തിൽ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് മുൻ സഹപ്രവർത്തകരെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കൂടി പറയുകയാണ്. പിന്നെ രമേശ് എന്ന് പറയുന്ന ഒരു മഹാൻ, ഫേക്ക് ആവാനാണ് സാധ്യത, എടുത്തോണ്ട് പോടാ മൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. മൈ എന്ന് വരെ ഉള്ളൂ. മൈ എന്റെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതിന്റെ അർത്ഥം. പിന്നെ അതിന്റെ ഫില്ല് ചെയ്യാനുള്ള ഉദ്ദേശ കാര്യം എന്താണ് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കൾച്ചറാണ്. പിന്നെ മലയാള ഭാഷയെ ഞാൻ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏത് വാക്കും ആർക്കും ഉപയോഗിക്കാന്നാണ്. നമ്മുടെ ഈ തെറി എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് എനിക്കൊരു വ്യക്തിപരമായിട്ടല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. അതായത് നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഏത് തെറി. അത് ഏത് സന്ദർഭത്തിൽ ഏത് ശബ്ദത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രമേശിനോട് എനിക്ക് ഈ രീതിയിൽ അത് സംസാരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രമേശൻ കരുതുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അവരത് കേട്ട് ഭയപ്പെട്ടു പോകുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ എല്ലാവരും രമേശന്റെ വീട്ടിലുള്ളവരെ പോലെ അല്ല. രമേശൻ ഈ വാക്കായിരിക്കും വായിൽ വന്നുടനെ മക്കളെ ആയിരുന്നാലും വീട്ടുകാരെ ആയിരുന്നാലും അമ്മയും അച്ഛനെയൊക്കെ വിളിക്കുന്ന ഭാഷ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അതേ എവിടെയും വരുള്ളൂ എന്നൊരു സ്റ്റാൻഡേർഡിൽ മാത്രമേ അതിനെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഗിരീഷ് ഗിരി, എടാ അടിമ കമ്മി, സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി പറയുന്നത് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നോക്കട്ടെ എന്താണ് സംഭവിച്ചു എന്നുള്ളതാണ്, നോക്കിയിട്ട് പറയാമെന്നുള്ളതാണ്. ഇനി നീ പറയുന്നത് പോലെ ഹോസ്പിറ്റലിലെ എവിടെ ഒരു സെക്കൻഡ്, ഹോസ്പിറ്റലിലെ ഒരു ഇതിൽ നിന്നും ഒളിച്ചു പോകുന്ന കാര്യമില്ല കേട്ടോ. ഗിരീഷിന്റെ ചോദ്യത്തിനും കൃത്യമായിട്ട് മറ്റ് മെസ്സേജുകൾ വരുന്നുണ്ടാണ്. ഗിരീഷ് ഒരു സെക്കൻഡ്, ഇനി നീ പറയുന്നത് പോലെ ഹോസ്പിറ്റലിലെ അലവലാദികളാണ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ല, കാരണം നീ അടിമയാണ്. നീ എത്ര കാലം അടിമപ്പണിയും? ഈ ഗിരീഷിന് ഇത് അടിമയായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്നറിയും? ഗിരീഷിന് ജീവിതത്തിൽ ആർക്കെങ്കിലും അവർ ചെയ്ത തെറ്റ്, അതായത് ഗിരീഷിന്റെ മനസ്സിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു പ്രത്യേക ദേഷ്യമുണ്ടായിരിക്കും. ആ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് എന്തുണ്ടായാലും ഇപ്പോൾ സതീശൻ ചിന്തിക്കുന്ന പോലെ ഗിരീഷിനും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാര്യം അവരുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്, അതായത് അവർക്ക് സമർത്ഥിച്ച് മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഗിരീഷ് പറഞ്ഞൊരു വാചകത്തോട് ഞാൻ യോജിക്കുന്നു. വന്നതേ ഉള്ളൂ, സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നുള്ള നിലയ്ക്ക് അവർ പറയാമായിരുന്നു എന്നുള്ളത് ഗിരീഷിന്റെ ഒരു വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. കാര്യം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരവിടെ വരുമ്പോൾ അവരുടെ സഹപ്രവർത്തകരാണ്, സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് പ്രാഥമിക വിവരം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അത് ഒരു വ്യക്തിക്ക് കരുതിയിട്ടുണ്ടാകും, ഇതാണ് ഞാൻ അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് അറിഞ്ഞ വിവരം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടാകാവുന്നതാണ്. അത് പറഞ്ഞത് ഒരു വലിയ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല ഈ നാട്ടിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇപ്പോ ഗിരീഷ് പറഞ്ഞ പോലെ വേണമെങ്കിലും സ്ഥലത്തെത്തിയതേ ഉള്ളൂ. ഇപ്പോ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നു. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പോയപ്പോൾ ഏഷ്യാനെറ്റൊക്കെ ഇട്ടൊന്ന് ഗിരീഷ് നോക്കിയേ, മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല, മിണ്ടിയില്ല, ഒരക്ഷരം പറയാതെ പോയി എന്നാണ് അവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിൽ എന്തെങ്കിലും പറഞ്ഞാലോ അതിന് ഉടനടി ഇതുപോലെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുഖ്യമന്ത്രി ഈ ഒരു വലിയ സംഭവം ഉണ്ടായിട്ട് അതിൽ പ്രതികരിക്കാതെ മൗനിയായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് ഗിരീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
കാര്യം, ഗിരീഷിന് വീണ ജോർജിനോട് എതിരുണ്ടായിരിക്കാം, പിന്നെ ഞാൻ അടിമയാണോ അല്ലേ എന്നുള്ള കാര്യം. ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഇപ്പോൾ ഗിരീഷിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരാളെ നമ്മൾ ക്ലോസ് ഒബ്സർവ് ചെയ്യുന്ന ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വീഴ്ച സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. പക്ഷേ ഒരാളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ. ഞാനും മാധ്യമ മേഖലയിൽ നിന്നാണ്. മാധ്യമ മേഖലയിൽ ഒഫീഷ്യലി ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ വീണ ജോർജിനോട് വല്ലാത്ത കിറുകിറുപ്പുള്ള സീനിയോറിറ്റി ഉള്ളവരെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഈ വിവാദം ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് അവർക്ക് നേരെ അവിടെ വന്നിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു വാചകം അടർത്തിയെടുത്തിട്ട് വിവാദത്തിലാക്കുന്നത് പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ അടിമയായിട്ടാണ് ഗിരീഷിന് കാണാൻ പറ്റുന്നതെങ്കിൽ താങ്കൾ കണ്ടുവന്നേ, താങ്കളുടെ സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കടന്നു കയറാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ പറയേണ്ട കാര്യം ഏതെങ്കിലും സന്ദർഭത്തിൽ പറയാതെ ഒളിച്ചു വെക്കുകയല്ല, അത് കൃത്യമായി പറഞ്ഞിരിക്കും. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസ്യതയെ കുറിച്ചൊക്കെ ചിന്തയുള്ളവരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി പറയാൻ ഒന്നുകിൽ അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ഇമേജ് നഷ്ടപ്പെടും, ആ ഇമേജ് ഭയം ഉള്ളവരാണ് എന്ത് ചെയ്യാത്തത്, പല കാര്യങ്ങളും പറയേണ്ട സന്ദർഭത്തിൽ പറയാത്തത്. തെറ്റും ശരിയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്, ഓരോരുത്തരുടെ വീക്ഷണ മനോഭാവമാണ്, അതിനെ വിലയിരുത്തിയാണ് പലരും അതിലേക്ക് എത്തിപ്പെടുന്നത്. അതിൽ എന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വീണ ജോർജ് തെറ്റല്ല എന്നല്ല, ആ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അതെന്താണ് സംഭവിച്ചതെന്നുള്ള, ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു ആശുപത്രിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള എല്ലാത്തരം കാര്യങ്ങൾ പറയുമ്പോഴും അതിനോട് ശക്തമായി വിയോജിക്കുകയാണ്. അത്തരം ഒരു ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയുള്ള അവസരം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും അപകടകരമായ ഒരു കെട്ടിടം ഇതുവരെ പൊളിച്ചു നീക്കാൻ ആരും തയ്യാറായില്ല? അവിടെ പല ജനപ്രതിനിധികളുണ്ട്, അവർക്കൊന്നും ഇതിൽ ഉത്തരവാദിത്തമില്ല. ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നീട് ഗംഗാധര പണിക്കർ കൊങ്ങി നിനക്ക് അത് മാർക്കോ മറുപടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചില മറുപടികൾ വന്ന് കിടക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലും ആരോഗ്യമന്ത്രിയുടെ പേര് കളയിപ്പിക്കുവാൻ കച്ചകെട്ടി നടക്കുന്ന ഈ സമയത്ത് അതെ ആരോഗ്യമന്ത്രിയോട് സതീശനുള്ള കലിപ്പെന്ന് പറഞ്ഞാൽ അത് മാധ്യമപ്രവർത്തകരിലെ സീനിയർ ആയിട്ടുള്ളവരുടെ കലിപ്പാണ് സതീശനിലൂടെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സതീശനെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിക്കുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇല്ലാതാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ തെറി വിളിപ്പിക്കാനും ആക്ഷേപിക്കാനും ഇവർ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് നേരത്തെ ഒരു പ്ലാൻഡ് അജണ്ടയാണ്. ആ പ്ലാൻഡ് അജണ്ടയ്ക്ക് സതീശനെ മൗത്ത് പീസ് ആക്കുന്നേ ഉള്ളൂ. അത് ഈ പുറത്ത് നിൽക്കുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. ഒരു വിഷയം ഉണ്ടായി, സ്വാഭാവികമായിട്ട് അങ്ങ് സംസാരിച്ചു എന്ന് പറയാണ്. ഒരു വിഷയമുണ്ടായി, ആ സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രി വന്നില്ല, തെറ്റാണ്. പക്ഷേ അവർ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ നിന്ന് ഓടി അവിടെ വരികയാണ്. അതല്ലേ ഒരു മന്ത്രി ആദ്യമായി ചെയ്യുന്ന കാര്യം. എന്ത് സംഭവിച്ചു? ഒരു ഹോസ്പിറ്റലിൽ ഇത് ഉണ്ടാവുകയാണ്, അപ്പോൾ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെട്ടു എന്നുള്ളതൊക്കെ റദ്ദാക്കപ്പെടുകയാണ്. ഇവിടെ പോയി കോട്ടയത്തെ MLA അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ 50 വർഷമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആരാണ്? പുണ്യാളച്ച മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 10-20-25 വർഷമായിട്ട് കോട്ടയത്തെ MLA ആണ്. അദ്ദേഹത്തിന് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആ മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിൻ്റെതായ ഇടപെടലിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് ചോദിച്ചാൽ ഇതാണോ എന്ന് ആരും ചോദിക്കേണ്ട. അത് ഒരു പ്രശ്നമേ അല്ല. കാര്യം അദ്ദേഹം പഴയ മന്ത്രിയും കൂടിയാണ്. മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാളുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിലുള്ള ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ കെട്ടിടങ്ങൾ, അറ്റകുറ്റപ്പണികൾ MLAക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ MLAയുടെ പേര് ഒരിടത്തും ഇല്ല. MLA എവരോടൊപ്പം വന്ന് മന്ത്രിക്കെതിരെ 2 ഡയലോഗ് അടിച്ചാൽ MLAയുടെ പേര് കൂടി മുക്കിക്കൊടുക്കുകയാണ്. എന്ത് തരം സ്വഭാവമാണെന്നാണ് ആലോചിക്കുന്നത്. മര്യാദകേടിന്റെ അങ്ങേയറ്റമാണ്. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെ പരിശോധിക്കണം? ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു ആരോഗ്യമന്ത്രിയുടെ തലയിൽ വെച്ചിട്ട് അവർക്ക് മാത്രമാണ് അവിടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന സകല പേരും കൈ കഴുകി പോവുകയാണ്. അതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുക? അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതിയാണ്. അതിനെക്കുറിച്ച് ആരും മിണ്ടാതിരിക്കില്ല. ഇപ്പോൾ ഒരു വലിയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളോട് നിന്നുകൊണ്ട് ഈ വിഷയത്തിനെതിരെ ആഞ്ഞടിക്കുന്നതുകൊണ്ട് ആരും മിണ്ടൂല. ഒരു ഇമേജിന് ക്രൈസിസ് ഉണ്ടാകുന്നതുകൊണ്ട് ആരും സംസാരിക്കില്ല എന്ന് കരുതണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ ഏത് സെൻസിറ്റീവ് സന്ദർഭത്തിലും സംസാരിക്കുന്നത് തന്നെയാണ് ആർജവമെന്ന് കരുതുന്നുണ്ട്. അതിന്റെ പേരിൽ ഇനിയിപ്പോ സൈബർ ബുള്ളിങ് ഉണ്ടായാലും പുല്ല് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുകയാണ് സമീപനമെന്ന് പറയേണ്ടി വരികയാണ്. പിന്നെ
വീണ ജോർജ് നോ നീഡ് ടു റിസൈൻ. യെസ്, സുഭാഷിന്റെ പറയുന്നുണ്ട്. റോസ്ലിൻ സുരേഷ്, അതെ. അപ്പോ ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കണ്ണുരുട്ടി കാണിച്ചോ, പേടിപ്പിച്ചോ, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വീണ ജോർജിന്റെ ഭാഗത്ത് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയാനായിട്ട് എന്തിനാണ്, അതായത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ആ വാചകത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് മെഡിക്കൽ കോളേജിലും ഇതുപോലത്തെ ദുരവസ്ഥകൾ ഉണ്ടെങ്കിൽ ഉടനടി ഇടപെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഡിമോളിഷ് ചെയ്യാനായിട്ട് ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട്, അതായത് അറിയാലോ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളെല്ലാം പണി കഴിപ്പിച്ചത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോഴാണ് പലതിനും പുതിയ കെട്ടിടങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടെ ഈ സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈ പുണ്യാളച്ച മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പുതിയ കെട്ടിടം കൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്കറിയാവോ? അതെല്ലാം മാറ്റിക്കൊണ്ടുവരികയാണ്. അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് തെറ്റുപറ്റുമെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2 പേർക്കേ തെറ്റുപറ്റാതെ ഉള്ളൂ. ഒന്ന് ജനിച്ച കുഞ്ഞിനും മറ്റൊന്ന് മരണപ്പെട്ട ശവശരീരത്തിനും. ഇതിൽ ഈ മരണപ്പെട്ട ശവശരീരങ്ങൾ പോലുള്ള വിഭാഗക്കാരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറയേണ്ടി വരികയാണ്. അവർക്ക് ഒരു കാര്യത്തിലും തെറ്റുപറ്റില്ല, കംപ്ലീറ്റ് ശരി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് വീണ ജോർജ് പല കാര്യങ്ങളിലും എഫിഷ്യന്റ് ആയിട്ട് ഇടപെടുന്നുണ്ട്. പല കാര്യങ്ങളിലും അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുകയും പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ അടുത്ത ദിവസം പോലും വിദേശ അവാർഡ് ആരോഗ്യവകുപ്പിനെ തേടിയെത്തിയത് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നമ്മുടെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, അതായത് 100% ആൾക്കാർക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്ന ഒരാളാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാനും നേരിട്ടിട്ടുണ്ട്. എങ്ങനെ ഈ ആൾക്കാരുടെ ഈ ഒഴുക്ക് കാരണം OP-യിലൊക്കെ പോയാൽ ക്യൂ നിൽക്കേണ്ട സമയവും ഡോക്ടർമാരെ കാണാൻ എടുക്കുന്ന സമയമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ വിമർശിക്കുന്നവർ എത്ര പേര് സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ടുണ്ടെന്ന് കൂടെ നിങ്ങൾ തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ഈ പാവങ്ങളുടെ അത്താണിയാണ് ആ സ്ഥലം. അവിടെ വെച്ച് ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ പ്രതീക്ഷ അറ്റുപോകുന്ന ഇടങ്ങളായി മാറിയാൽ അവരുടെ ജീവിതത്തിൽ ഇരുള് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അല്ലാതെ സ്വകാര്യ ആശുപത്രി കുത്തകന്മാരുടെ മാസാമാസം പരസ്യമായിട്ട് പൈസ എണ്ണി വാങ്ങിച്ചിട്ട് അവരുടെ പേര് പോലും പറയാതെ അവർക്ക് വേണ്ടി വാർത്താ കച്ചവടം നടത്തി കൊടുക്കുന്നവർക്ക് ഈ സർക്കാർ ആശുപത്രി നന്നാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഈ ഡയലോഗ് അടിക്കുന്നത്. എങ്ങനെ ഇത് തകർന്നിട്ട് സ്വകാര്യ ആശുപത്രികൾ കുമിള് പോലെ വളരട്ടെ, അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടട്ടെ, അതിലൂടെ ഒരു വിഹിതം ഞങ്ങളുടെ മുതലാളിക്ക് കിട്ടട്ടെ, ഒരു വിഹിതം ഞങ്ങൾക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന വിഭാഗക്കാരാണ്. അതുകൊണ്ട് സമൂഹ നന്മയെക്കുറിച്ച് ഓർത്തിട്ടല്ല ഈ പറയുന്ന വാർത്താ പ്രളയം സൃഷ്ടിക്കുന്നതെന്ന് ദയവായി ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പറയാനുള്ളൂ. റോസ്ലിൻ സുരേഷ്, അതെ, ആ വീട്ടുകാരെ കുറിച്ച് ദുഃഖമില്ല. എങ്ങനെയെങ്കിലും ആരോഗ്യമന്ത്രി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതി. വീട്ടുകാരെ കുറിച്ച് എവിടെയാണ് ആ ആദ്യഘട്ടത്തിൽ റോസ്ലിൻ സുരേഷ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ വരുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെയൊക്കെ പ്രതികരണമൊക്കെ ആദ്യം കേട്ടുകൊള്ളണം. ആശങ്കയൊന്നുമില്ല, കാര്യം കിട്ടിയത് അവസരമാണ്. അവസരത്തെക്കുറിച്ചൊക്കെ വിനിയോഗിക്കാൻ വേണ്ടി അവർ ക്യാമറകൾക്ക് മുന്നിൽ മത്സരിക്കുകയാണ്. അതായത് എനിക്ക് കിട്ടിയ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി എന്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കുക. സ്വന്തം പിതാവിന്റെ മണ്ഡലമാണ്. 50 വർഷം അദ്ദേഹം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പദവിയിലും ഇരുന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് എന്ത് കൊടുത്തു എന്നൊന്നും ആരും ചോദിക്കരുത്. സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പഠിച്ച സ്കൂളിന് ഒരു കെട്ടിടം കൊടുത്തിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ പുണ്യാള മുഖ്യമന്ത്രി. 1/4 നൂറ്റാണ്ടിലധികമായിട്ട് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. അയാൾ എന്താണ് ഈ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജിന് ചെയ്യുന്ന കാര്യമെന്ന് പോലും ആരും ചോദിക്കരുത്. അതെല്ലാം വീണ ജോർജ് ആണ്, അതെല്ലാം ഈ സർക്കാരാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നവരുണ്ടല്ലോ. എന്തെങ്കിലും അവിടെ പുതിയ കെട്ടിടം വന്നാൽ, പുതിയ സംവിധാനങ്ങൾ വന്നാൽ ഉടനടി അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് ഇതിനെല്ലാം ഞാനാണ്. വീഴ്ച വന്നാൽ അത് ഞാനല്ല, അത് വീണ ജോർജ് ആണെന്ന് പറയുന്ന ഈ മനോഭാവക്കാരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അഷ്റഫ്, AK നൌഷ് തുടങ്ങിയവരും ഇതിനെ സംബന്ധിച്ച്, സുഭാഷ് നരേന്ദ്രൻ തുടങ്ങി പലരും പ്രതികരിച്ച് കണ്ടു. എന്തായാലും ആരും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സംഭവം ഉണ്ടായി, അതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം, അല്ലാതെ ഇന്ന് ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. പ്രതിഷേധിക്കാനൊക്കെ അവസരം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത സംവിധാനങ്ങളാണ് എവിടെയും സംഭവിക്കാം. ഒരു ഓപ്പറേഷനിൽ
ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാം. കാര്യം അത് ചെയ്യുന്നത് ഒരിക്കലും ഒരു പഠിച്ച മനുഷ്യനാണ്. അതായത് കൈപ്പിഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാവുന്നവരാണ്, അല്ലാതെ റോബോട്ടുകളല്ല. അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇതൊക്കെ സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അല്ലാതെ ചാടിക്കേറി അവരാണ് കുറ്റക്കാർ, രാജിവെച്ചേ മതിയാവൂ എന്നൊക്കെ പറയുന്നതിന്റെ ഹിഡൻ അജണ്ടയൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി. അവരുടെ പ്രവർത്തനം എന്താണെന്ന് നാട് നോക്കിക്കാണുന്നുണ്ട്. ഇവിടത്തെ പ്രാഥമിക ആശുപത്രികളിൽ നമ്മുടെ ജനറിക് രോഗങ്ങൾ, അതായത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് BP, ഷുഗർ, പല അസുഖങ്ങൾക്ക് പാവപ്പെട്ടവർ പോയി ബുക്ക് കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊണ്ടുപോകുന്നത് കണ്ണാലെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്രയമായിട്ടുള്ള ആശുപത്രികളെല്ലാം മരുന്നില്ല, തകർന്നു, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നൊക്കെ കുറെ വാചക കസർത്ത് നടത്തി അങ്ങ് ഇല്ലാതായി പോകുന്നതാണോ ഈ കാര്യങ്ങൾ? വളരെ അധ്വാനിച്ച് തന്നെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൂടെ കിടപിടിക്കുന്ന രീതിയിൽ സാധാരണ സർക്കാർ ആശുപത്രികളെ എത്തിച്ചിരിക്കുന്നത്. സഹിക്കുന്നില്ല, തകരണം, എങ്ങനെയും തകർക്കണം, എന്നിട്ട് കുത്തക മുതലാളിമാർക്ക് ഈ സാധാരണക്കാരുടെ പണം കൊണ്ടുപോയി അവന്റെ കുടുംബം രക്ഷപ്പെടണം. ഈ മനോഭാവത്തിനോട് തൽക്കാലം യോജിക്കാൻ സൗകര്യപ്പെടില്ലെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി വല്ലാതെ വീർപ്പുമുട്ടി നിൽക്കുന്നവർക്ക് എന്തായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. വീണ ജോർജ് ചെയ്ത പ്രവർത്തനങ്ങൾ, ആ സന്ദർഭത്തിൽ അവിടെ വന്ന് കൃത്യമായ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ നടത്തിയ ഉത്തരവാദിത്വത്തെ ഈ രീതിയിൽ വളച്ചൊടിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യമാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏത് അൺഒഫീഷ്യൽ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് താല്പര്യമുള്ളവരൊക്കെ അടിമയെന്നോ മറ്റെന്തെന്നോ വിളിച്ചാലൊന്നും പറയേണ്ട കാര്യം പറയാതിരിക്കത്തൊന്നുമില്ല. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ, അതിൽ ഗിരീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് യോജിപ്പല്ലാതെ മറ്റൊരു വ്യക്തിക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത ചില ക്യാപ്സ്യൂളിനപ്പുറം അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ ഈ കമന്റിന്റെ ഇടയിൽ പോലും ഒരു വ്യക്തിക്ക് ഒരു നിരീക്ഷണം നടത്തിയല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് കൂടി പറയേണ്ടി വരികയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. കുറച്ച് വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കേണ്ടി വന്നു, അത് ആ സന്ദർഭമാണെന്ന് കരുതുക. ചില ടൈറ്റ് വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ വികാരം വരുന്നതാണ്, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.